ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എങ്ങനെയുള്ളവരെല്ലാവരും സുഖന്നല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. ഇതെൻ്റെ വീട്ടിലുണ്ടായ വെള്ളരിക്ക. ഇത് കൊണ്ട് ഞാനിപ്പോൾ ഒരു പച്ചടി ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ നല്ല ടേസ്റ്റിയായ പച്ചടി നമുക്ക് ഉണ്ടാക്കിയിട്ടെടുക്കാം. ചോറ് ഉപയോഗിക്കാൻ ഇതൊന്ന് മാത്രം മതി. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നിട്ട് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ഈ വെള്ളരിക്കന വാഷാക്കി അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഞാനിതാ ചെറിയ പീസായിട്ട് കട്ടാക്കിയിട്ട് എടുക്കുന്നത്. പച്ചടി ഉണ്ടാക്കുമ്പം എപ്പം കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമുക്കിതിനെ കട്ടാക്കിയിട്ട് എടുക്കണം. ഈ ടൈപ്പിൽ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഞാനെല്ലാം കട്ടാക്കി വെച്ച് ഇതിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഞാൻ മണ്ണിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റ് ഇത്. അപ്പോൾ ഞാൻ അതിലേക്ക് മണ്ണിൻ്റെ ചട്ടി ഗ്യാസിൽ വെച്ചിന്, എന്നിട്ട് അതിലേക്ക് എല്ലാ വെള്ളരിക്ക ഞാൻ ഇട്ട് കൊടുക്കുന്നു കട്ടാക്കിയത്. എന്നിട്ട് ആവശ്യത്തിന് ഞാൻ തണ്ണിയും ബീത്തുന്നത്, നമുക്ക് കുറേയല്ല, നമുക്കത് വെന്തിട്ട് കിട്ടണം. അപ്പോൾ അത്ര ഞാൻ തണ്ണി ഞാനിലേക്ക് ബീത്തുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഉപ്പിട്ട് 2 കായ്മുളകും ഞാൻ കട്ടാക്കിയിട്ട് ഇപ്പോൾ ഇതിനെ വേവാൻ വെക്കാം. ഇതിപ്പോൾ മിക്സി ജാറിലേക്ക് ഞാൻ പാതി കടി തേങ്ങ ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് ഞാൻ ജീരകം, പിന്നെ കടുക്, പിന്നെ ഒരു കായ്മുളക് ഇട്ടിട്ട് മിക്സിയിൽ അരച്ചിട്ട് വെക്കുന്നു. അങ്ങനെ ഞാൻ മിക്സിയിൽ അരച്ചിട്ടെടുത്ത് അപ്പം നമ്മൾ വെള്ളരിക്കും വെന്തിന്, അതിപ്പോൾ നല്ലോണം വെന്ത് കിട്ടിനി. ഇതിലേക്ക് ഞാൻ അരച്ച തേങ്ങനെ മിക്സാക്കുന്നു വീത്തിട്ട്. അപ്പോൾ ഇതുപോലെ മിക്സാക്കണം. എന്നിട്ട് നല്ല ചൂടാവണം, പഴക്കണം ചെല്ലിട്ടില്ല. അപ്പോൾ 1 കപ്പ് തൈരും കൂടെ ഇതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നല്ലോണം മിക്സാക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ആക്കുന്നു, അത് നല്ലൊരു ടേസ്റ്റിന് വേണമായിട്ട്. പിന്നെ ഉപ്പ് മതിയായില്ലെങ്കിൽ ഈ ടൈമിൽ ഉപ്പും ഇടാം. എന്നിട്ട് ഞാൻ ഗ്യാസ് ഓഫാക്കുന്നു. എന്നിട്ട് നമുക്ക് അതിലേക്ക് കടുക് താളിച്ചിട്ട് അതിലേക്ക് വീത്താം. അപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങ എടുത്തിന്, തേങ്ങണക്ക് കടുകിട്ട് കറിച്ചപ്പും പിന്നെ 2 മുളക് ഇട്ടിട്ട് താളിക്കാം. ഇപ്പം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിന് താളിപ്പം. ഇപ്പം നല്ല അടിപൊളിയായ പച്ചടി റെഡിയായിനി. നിങ്ങൾ ഒരിക്കൽ ട്രൈ ആക്കി നോക്കി. അപ്പോൾ ചോറ് ഉപയോഗിക്കാൻ ഇതൊന്നും മാത്രം മതിയാവും, അത്ര നല്ല ടേസ്റ്റാണ്. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കാക്കി, ഷെയർ ആക്കി, സബ്സ്ക്രൈബ് ആക്കി, കമൻറ്റ് ആക്കി. ബൈ.